ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. പരകായ പ്രവേശനം എന്ന ടാസ്ക് വളരെ മനോഹരമായൊരു ടാസ്ക്കാണ്. ഈ ടാസ്ക് എല്ലാ കാലഘട്ടത്തിലും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് സീസൺ 4 ടാസ്കിനോടുള്ള ബന്ധത്തിലാണ്. അതായത് സീസൺ 4 ഈ പരകായ പ്രവേശനം ടാസ്ക് അത് റിയാസ് ആയിരുന്നു തകർത്തടിച്ചു കളഞ്ഞത്. അവിടെ ലക്ഷ്മിപ്രിയയെ അനുകരിച്ചുകൊണ്ട് റിയാസ് നടത്തിയ മാസ് പ്രകടനങ്ങൾ ഒരു കാലഘട്ടത്തിലും മലയാളി പ്രേക്ഷകർ മറക്കുവാൻ സാധ്യതയില്ല. അതേ ടാസ്ക് തന്നെ ഇപ്പോൾ സീസൺ 6 വന്നിരിക്കുകയാണ്. ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയുടെ വസ്ത്രം ധരിച്ച് അവരുടെ വർത്തമാന ശൈലിയെ അനുകരിച്ച് അവരുടെ സ്വഭാവവും ആക്ഷനും ഒക്കെ കാണിക്കുന്ന ആ രീതിയാണ് പരകായ പ്രവേശനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോരുത്തർ അനുകരിക്കാൻ പോകുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെയാണ്. അർജുൻ നോറയെ അനുകരിക്കുമ്പോൾ ജാസ്മിൻ സിജോയെയാണ് അനുകരിക്കുക. സിജോ ശ്രീധുവിനെ അനുകരിക്കുമ്പോൾ ഋഷി ജിൻഡോയുടെ വേഷമാണ് കെട്ടാൻ പോകുന്നത്. അഭിഷേക് ആകട്ടെ ഋഷിയെ അനുകരിക്കുമ്പോൾ ശ്രീധു അർജുനെയാണ് അനുകരിക്കുവാൻ തയ്യാറാകുന്നത്. നോറ അഭിഷേകിന്റെ വേഷം കെട്ടുമ്പോൾ ജിൻഡോ ജാസ്മിന്റെ വേഷം കെട്ടും. ടാസ്ക് ലെറ്ററൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിന്റെ ഒരു സങ്കടം ജാസ്മിൻ തുറന്നു പറയുകയാണ്, ബിഗ് ബോസ് എനിക്ക് നോറയുടെ വേഷം എന്തുകൊണ്ട് തന്നില്ല? കാരണം നോറയെ ഏറ്റവും അധികം നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ജാസ്മിൻ തന്നെയായിരുന്നു. പക്ഷേ ജാസ്മിന് ബിഗ് ബോസ് നോറയെ കൊടുക്കാതെ പകരം സിജോയെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക് എന്തായി തീരും, ആരൊക്കെയാണ് ഇതിനകത്ത് തകർത്തു വാരാൻ പോകുന്നത്, ആരൊക്കെയാണ് ഈ പരകായ പ്രവേശനം എന്ന ടാസ്കിൽ കൂടി പ്രേക്ഷകരെ കയ്യിലെടുക്കുവാനും വോട്ട് പിടിക്കുവാനും ശ്രമിക്കുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് തന്നെയാണ് ഇനിയിപ്പോൾ വരുവാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ കൂടി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അർജുൻ ഇന്ന് മാസ്മരികമായ പെർഫോമൻസ് ആണ് നടത്തുവാൻ പോകുന്നത്. അർജുൻ വേഷം കെട്ടുന്നത് നോറയുടേതാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഓരോരുത്തരും വേഷം കെട്ടി തുടങ്ങുന്നതേ ഉള്ളൂ, ടാസ്ക് ആരംഭിച്ചിട്ടില്ല.